സിനിമാ ലോകത്തും സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ ചർച്ച മോഹൻലാൽ രാവണനാകുമോ എന്നതാണ്. വിനയൻ പുറത്തുവിട്ട ഒരു ഛായാചിത്രമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ചിത്രകാരന്റെ ഭാവനയിൽ ഇതിഹാസ കഥാപാത്രം രാവണനായി മോഹൻലാൽ എന്ന അടിക്കുറിപ്പോടെയാണ് വിനയൻ ചിത്രം പങ്കുവച്ചത്. മോഹൻലാലുമായി ചേർന്ന് വിനയൻ സിനിമ ചെയ്യാൻ പോകുന്നുവെന്ന് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അത് ഏതുതരം കഥാപാത്രമായിരിക്കുമെന്നാണ് ചർച്ച ഉയർന്നത്. ഇപ്പോൾ വിനയൻ തന്നെ ആ ഛായാചിത്രത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയാണ്. മോഹൻലാലിന്റെ സമ്മതം അറിയണമെന്നും രാവണനെക്കുറിച്ച് ചിത്രം ചെയ്യാൻ താല്പര്യമുണ്ടെന്നും വിനയൻ പറയുന്നു. മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ചിത്രം വലിയ ക്യാൻവാസിൽ കഥ പറയുന്ന ബൃഹത്തായ ഒന്നായിരിക്കുമെന്ന് നേരത്തെ തന്നെ വിനയൻ അറിയിച്ചിരുന്നത് ആരാധകരുടെ പ്രതീക്ഷകൾ ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിന്റെ കഥയിൽ രാവണൻ എന്ന കഥാപാത്രം ഉണ്ടെന്ന് വിനയൻ പറയുന്നു. അത് ചർച്ച ചെയ്യുന്നതിനിടയിൽ തന്റെ കൂടെയുള്ള എഴുത്തുകാരിൽ ഒരാൾ വരച്ചു തന്ന ചിത്രമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അത് പരിഗണനയിലുള്ള കാര്യമാണ്. എന്നാൽ ചിത്രത്തിന്റെ കാര്യം പൂർണ്ണമായും തീരുമാനിച്ചിട്ടില്ല. ആശയം മനസ്സിലുണ്ടെങ്കിലും മോഹൻലാലുമായി അത് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നും സംവിധായകൻ വ്യക്തമാക്കി. രാവണൻ എന്ന കഥാപാത്രത്തെ വെച്ചൊരു ചിത്രം ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ പണ്ടുതൊട്ടേയുള്ള ആഗ്രഹമാണ്. ലാലിനെ പോലുള്ള ഒരാൾ അതിന് സമ്മതം അറിയിക്കുകയാണെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളതാണ്. കാരണം വ്യത്യസ്ത മാനങ്ങളുള്ള നമ്മുടെ പുരാണങ്ങളിൽ മറ്റേത് കഥാപാത്രങ്ങളെക്കാളും അത് അർജുനനായിക്കോട്ടെ ഭീമനായിക്കോട്ടെ ആരേക്കാളും മുകളിൽ നിൽക്കുന്നതായി കുഞ്ഞുനാൾ മുതൽ എന്റെ മനസ്സിലുള്ളത് രാവണനാണ്. നമ്മുടെ പുരാണം അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭയങ്കര ഹീറോയിക്കായ വലിയ മനസ്സിന്റെ ഉടമയായ ഒരു വില്ലനായിട്ടാണ്. അത് മനസ്സിൽ കിടപ്പുണ്ട്. മോഹൻലാലിനെ പോലൊരു നടനെ വെച്ച് ഒരു ചിത്രം ചെയ്യുമ്പോൾ അത്തരമൊരു വലിയ സിനിമ ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും കഥയിൽ രാവണൻ തന്നെയായിരിക്കും ഹീറോ എന്നും വിനയൻ പറഞ്ഞു. ശ്രീരാമനും സീതയുമെല്ലാം രാവണന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളായിരിക്കും. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ ലാലിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ടേ എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റൂ. കഥയുടെ ചർച്ചകൾ നടക്കാൻ പോകുന്നതേയുള്ളൂ. ഞാൻ ലാലിനെ കാണാൻ പോകുമ്പോൾ ആദ്യം പറയുന്ന സബ്ജക്റ്റും ഈ രാവണന്റെ കഥ തന്നെയായിരിക്കും. എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകൂ, വിനയൻ പറയുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.